കാരണഭൂതൻ, കപ്പിത്താൻ, കർമ്മയോഗി, ലെജൻഡ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയന് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ എന്താണെന്നറിയണ്ട, മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ളതും ഇനി നല്ല കാര്യം പറഞ്ഞാലും ഒക്കെ അങ്ങ് ദേഷ്യമാണ്. വീണ്ടും അദ്ദേഹത്തിനെ പുകഴ്ത്തി പറഞ്ഞ ഒരു പ്രസംഗം വളരെ ഒരു ദേഷ്യത്തിൽ അങ്ങ് അവസാനിച്ചിരിക്കുക. ഈ നമ്മൾ ഗാന്ധിജിയെ ഒരുപാട് വാഴ്ത്താറുണ്ട് അല്ലേ? വള്ളത്തോളിൻ്റെ കവിതയിലൊക്കെ കർമ്മയോഗി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി. ഓരോ വാക്കുകളും ഓരോരുത്തർക്ക് അർഹതപ്പെട്ട ഇടങ്ങളിലേക്ക് ചെല്ലുന്നതാണ്. ഇവിടെ പണ്ട് ഈ സ്വാഗത പ്രാസംഗികര് വി കൃഷ്ണപിള്ള പറഞ്ഞിട്ടുള്ളത് കത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കത്തി വെക്കുന്നവർ എന്നാണ്. പിന്നീട് നമ്മളത് ഈ കൂടുതൽ വാചകം അടിക്കുന്നവരെ കത്തി എന്ന് പറയാറുണ്ട് അല്ലേ, ഒരു വാക്ക് ഉപയോഗിക്കാറ്. വി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഫലിത സാമ്രാട്ട്, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അവൻ കത്തിയാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വി കൃഷ്ണപിള്ള ഈ സ്വാഗത പ്രാസംഗികരെ പറഞ്ഞിട്ടുണ്ട്. പല ചടങ്ങുകൾക്ക് നമ്മൾ ആദ്യത്തെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ സ്വാഗത പ്രസംഗമാണ്. ഇവിടെ വരുന്നവരെ ഉടനെ അങ്ങ് വാഴ്ത്തുകയാണ്. ഇത് വാഴ്ത്തലാണ് ശരിക്കും. സ്വാഗത പ്രസംഗം അങ്ങനെയൊന്നും അല്ല. വരുന്ന ചടങ്ങിൽ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് ഒറ്റ വരിയിൽ നിർത്താം. പിണറായി വിജയൻ ഇത് പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുന്നു. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് PS ശ്രീകല പിന്നീട് സാക്ഷരതാ മിഷൻ ഡയറക്ടറായി. ഇതുപോലെ മുഖ്യമന്ത്രി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 35 മിനിറ്റ് സ്വാഗത പ്രസംഗം നടത്തി. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടു, പിടിച്ചു മാറ്റി. എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കാനുള്ളതും പ്രസംഗിച്ച് പോവുകയും ചെയ്തു. ഇത് ഒരു മയം വേണ്ടേ പുകഴ്ത്തുന്നതിന്. പക്ഷേ എന്നിട്ട് ശ്രീകലയ്ക്ക് പിന്നീടാണ് സാക്ഷരതാ മിഷൻ ഡയറക്ടറായിട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും പിന്നിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഈ എഴുത്തുകാർ, ഈ സാംസ്കാരിക നായ്ക്കൾ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, സാംസ്കാരിക നായകരല്ല, നായ്ക്കളാണ്. അപ്പോൾ ചോദിക്കും നമ്മുടെ നിലവാരം താന്നു പോകത്തില്ലയോ അവരെ അങ്ങനെ പറയുമ്പോഴെന്ന്. ഒന്നും താഴത്തില്ല, താഴുന്നെങ്കിൽ താഴട്ടെ. കാരണം സാമ്പ്രാണിയുടെ പരസ്യത്തിൽ ഓരോ പ്രാർത്ഥനയുടെ പിന്നിലും ഓരോ കാരണം എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഓരോ ലാഭങ്ങൾ. ഇതിപ്പം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെ വായനാ ദിനത്തോടനുബന്ധിച്ച PN പണിക്കർ അനുസ്മരണ ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബാലഗോപാൽ എന്ന് പറഞ്ഞ പ്രാസംഗികനാണ്. ബാലഗോപാൽ എന്ന് പറഞ്ഞ PN പണിക്കർ ഫൗണ്ടേഷന്റെ ചെയർമാനാണ്. അതായത് PN പണിക്കരുടെ മകനാണ്. PN ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവരുടെ ഈ PN പണിക്കരുടെ ജന്മദിനമാണല്ലോ വായന ദിനമായിട്ട് മാറുന്നത്. അദ്ദേഹം കേരളത്തിലെമ്പാടും നടന്ന് സഞ്ചരിച്ച് ലൈബ്രറികളും ഒക്കെ സ്ഥാപിക്കുന്നതിലും അവിടെയൊക്കെ പുസ്തക വിതരണം നടത്തുന്നതിലും ഒക്കെ സമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ദിനം, അദ്ദേഹത്തിൻ്റെ ജന്മദിനം വായന ദിനമായിട്ട് എടുത്തിരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി പോലും ഇതിനെ മൻ കി ബാത്തിൽ പ്രശംസിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ പ്രധാനമന്ത്രിക്ക് പോലും ഈ ശ്രീ ബാലഗോപാല് പുസ്തകമാണ് ഉപഹാരമായിട്ട് നൽകിയത് കൊച്ചിയിൽ എത്തിയ സമയത്ത്. അതാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വേണം. ഈ ചിലർ വേദിയിലിരിക്കുന്നവർക്ക് കൊണ്ടുപോയി ബൊക്ക കൊടുക്കും. ഇതൊക്കെ എന്താ, അവിടെ കളഞ്ഞിട്ട് പോകും. ഒരു പുസ്തകം കൊടുക്കുക. പിന്നെ ഇവിടെ ബാലഗോപാൽ എന്താണ്, ലെജൻഡ് എന്നൊക്കെ പറഞ്ഞു. എന്ത് കാര്യത്തിന് മിസ്റ്റർ ബാലഗോപാൽ എന്താണെന്ന് അറിയാമോ? ഈ PN ഫൗണ്ടേഷൻ നിലനിർത്തിക്കൊണ്ട് പോകണം. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൽ നിന്ന് സഹായം ധാരാളം വേണം. അതിനുവേണ്ടിയൊക്കെയാണ് ഈ പിണറായിയെ വാഴ്ത്തുന്നത്. എല്ലാ വാഴ്ത്തലിൻ്റെ പിന്നിലും കാര്യസാധ്യമുണ്ട് എന്നുള്ളത്, കാര്യസാധ്യത്തിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാഴ്ത്തൽ നടത്തിയിട്ടുള്ളവർക്ക്, പക്ഷേ മുൻ മുഖ്യമന്ത്രിമാരെ ആരെയെങ്കിലും നമ്മൾ ഇതുപോലെ വാഴ്ത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ EK നായനാരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഈ വാഴ്ത്തൽ ഒരു അപാകതയുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ലെജൻഡ് എന്നും വരദാനം എന്നും ഒക്കെയാണ്. എന്ത് വരദാനം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് അല്ല, അതിനും മുകളിൽ പോയി. ലെജൻഡ് എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഡോക്യുമെന്റ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആക്കലും കൂടെ ആകാം കേട്ടോ. അതും ആകാം, അങ്ങനെയും ആകാം. ഇരുത്തി ഉരുക്കുക എന്ന് പറയത്തില്ലേ? എനിക്ക് തോന്നുന്നത് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് കുറിപ്പ് വരെ എഴുതി കൊടുത്തു. പിന്നെ നീണ്ടു. കേട്ടോണ്ടിരിക്കാനുള്ള ഉളുപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ഒരു തവണ അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞു, പിന്നീട് ഒരു 10-20 മിനിറ്റ് നീണ്ടു.
പിന്നെയാണ് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു വിട്ടത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇനി ഞാൻ പ്രസംഗിച്ചാൽ മുഖ്യമന്ത്രി ദേഷ്യപ്പെടും എന്നുള്ളത്. അല്ല, ഇത് പിന്നെ ഓരോരോ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ നേരത്തെ ശ്രീകലയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ മറ്റു പലരും. ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നു, ആ സമയത്ത് എത്ര പേര് വാഴ്ത്തിയിട്ടുണ്ട്? അത്യാവശ്യത്തിന് സ്വാഗതം പറഞ്ഞു, കാര്യം പോയി. അതുപോലെ തന്നെ ഈ പിണറായി വന്നതിന് ശേഷമാണ് ഈ വാഴ്ത്തൽ. പിണറായിക്ക് പക്ഷെ മറ്റുള്ളവരെ വാഴ്ത്തുന്നത് ഇഷ്ടമല്ല. വി എസിനെ പലരും വാഴ്ത്തിയപ്പോൾ, അതായത് വി എസിനെ വാഴ്ത്തിയത് മറ്റൊന്നുമല്ല, പാർട്ടി സമ്മേളനങ്ങളിൽ വി എസിന് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് അത് വി എസ് ഒരിക്കൽ ചോദിച്ച് വി എസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കണ്ണേ കരളേ വി എസ് എന്നൊക്കെ വിളിച്ച് പിന്നെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന ഗ്രൗണ്ടിൽ അങ്ങ് വലിയ നൃത്തമൊക്കെ ചവിട്ടാൻ തുടങ്ങി. ഉടനെ അടുത്തത് പിണറായി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഉടനെ പറഞ്ഞു, ഇവിടെ ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയൊന്നുമല്ല എന്ന് ഓർത്തോണം, ഇത് CPM-ൻ്റെ പാർട്ടി സമ്മേളനമാണ്, നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. PJ ആർമി ഉണ്ടാക്കിയപ്പോൾ അത് സഹിച്ചോ? P ജയരാജന് വേണ്ടിയിട്ട് അതൊന്നും സഹിക്കത്തില്ല. അദ്ദേഹത്തെ വാഴ്ത്തുന്നതും ഒരു ലിമിറ്റിലെ വാഴ്ത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിന് കടക്കുമ്പോൾ ഇദ്ദേഹം അസ്വസ്ഥനായി പോകുന്നുണ്ട്. നേരത്തെ വേറൊരു കോളേജിൽ ചെന്നപ്പോൾ ഇതുപോലൊരു പെൺകുട്ടി കൂടുതലായിട്ട് അതുപോലെ അങ്ങനെ അദ്ദേഹം കയറി ഇടപെടുകയും ചെയ്തു. ഒരു അവതാരകയോടാണ് എന്താ പറഞ്ഞത്, നന്ദിയോ അങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദി വാക്ക് വേണ്ട. ഇത് പിന്നെ എന്താണ് ഒന്നെങ്കിൽ നക്കിക്കൊല്ലുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക എന്ന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ്. പിന്നെ കൊല്ലാൻ പിടിച്ചാലും പിന്നെ വളർത്താൻ പിടിച്ചാലും ഒരേ സ്വരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഇത് വേദിയിൽ വരുന്നെന്ന് പറയുമ്പോഴേ അണികൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് ടെൻഷനാണ്. കാരണം ആളില്ലെങ്കിൽ പ്രശ്നം, ആള് കൂടിയ പ്രശ്നം, എന്തെങ്കിലും സംസാരിച്ച പ്രശ്നം, മൈക്ക് പോയ പ്രശ്നം, ആൾക്കാർ കൂവിയ പ്രശ്നം, കൂടുതൽ കൈയടിച്ച പ്രശ്നം. കയർക്കാത്തത് ആരോടുണ്ട്? സ്വാഗത പ്രസംഗകരോട്, അവസാനം ആളില്ലാന്ന് പറഞ്ഞപ്പോ മേടനെ വരെ സംഘാടകർക്ക് വെക്കേണ്ടി വന്നു. മൈക്കിനോട്, മൈക്ക് സെറ്റുകാരനോട്. ഇദ്ദേഹത്തിന് ഇത്തിരി അനാരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. ഇത്തിരിയല്ല, നന്നായിട്ടുണ്ട്. ഈ അനാരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിണറായിക്കെന്നല്ല നമുക്കായാൽ പോലും നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാകും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കേണ്ട ഈ അവതാരകരായാലും സ്വാഗത പ്രസംഗകരായാലും ഇനി ഈ നന്ദി പ്രകടനക്കാരും ഇതിനപ്പുറമാണ് കേട്ടോ. പക്ഷെ നന്ദി പ്രകടനം വരെ ഒന്നും പിണറായി ഇരിക്കാറില്ല. നന്ദി പ്രകടനത്തിൽ ഈ സ്വഭാവമുണ്ട്. ഒരു ചടങ്ങിൽ സ്വാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കുന്ന പിണറായി വിജയനും ധനമന്ത്രിക്കും ഏവർക്കും ഞങ്ങളുടെ സ്വാഗതം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ എന്താണ് ഈ ചടങ്ങിൻ്റെ പിന്നെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് വളരെ കുറഞ്ഞ വാക്കുകളിൽ EV കൃഷ്ണപിള്ളയുടെ കത്തിയാണ് പുതിയ രൂപത്തിൽ വന്നിരിക്കുന്നത്. നന്ദിയും ഇതുപോലെ തന്നെ മതി, 2 വരികളിൽ ഒതുക്കുക എന്നുള്ളതാണ്. ഒന്നാമത് ഇപ്പം പ്രസംഗമൊന്നും കേൾക്കാനൊന്നും ഒരു മനുഷ്യൻ വരാറില്ല. പിന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടിരുത്ത് ഓരോരുത്തരെ, ആശാ വർക്കർമാരെയും. പിന്നെ തിരുവനന്തപുരത്താണ് നഗരത്തിലുള്ള കുറേ ഇടങ്ങളിലെ പെൺകുട്ടികൾ, അവർ യൂണിഫോമിലൊക്കെ ആയിരിക്കും കോളേജിലൊക്കെ ചെല്ലുന്നത്. ഇല്ല, ചില ടെക്സ്റ്റൈലുകളിൽ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവരൊരേ യൂണിഫോമിലായിരിക്കുമല്ലോ, അപ്പോൾ അവരെയും കൂടെ ആയിരിക്കും വിളിച്ചുകൊണ്ട് ഇരുത്തുന്നത്. അപ്പോൾ സ്വാഗതം കത്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.